ഹലോ, ഞാൻ CID ഉണ്ണികൃഷ്ണൻ. നിങ്ങൾക്ക് രേവതി നായരെയാണോ വേണ്ടത്, അതോ അവളുടെ സ്വത്തുക്കളോ? സ്വത്ത് മാത്രം കിട്ടിയാൽ എങ്ങനെയാ? സ്വത്ത് മുഴുവൻ അടിച്ചെടുത്തിട്ട് ചേട്ടന്റെ മോളെ അനുജൻ വഴിയിലിറക്കി വിട്ടു എന്ന് നാട്ടുകാര് പറയത്തില്ലേ? നാട്ടുകാരുടെ നാവടക്കാനുള്ള ബുദ്ധിയൊക്കെ അനന്തപത്മനാഭൻ ഉണ്ടാവുമല്ലോ. സ്വത്തുക്കൾ വിട്ടുതരാം, പക്ഷേ രേവതി നായരെ വിട്ടുതരാൻ പറ്റില്ല. അയ്യോ, ഉണ്ണികൃഷ്ണൻ എന്നെ അങ്ങ് തെറ്റിദ്ധരിച്ചു. ഞാൻ അങ്ങനെ കടുംപിടുത്തക്കാരനൊന്നുമല്ല. നിങ്ങളുടെ തീരുമാനം അതാണെങ്കിൽ എനിക്ക് സമ്മതമാണ്. എന്നാൽ ഡോക്യുമെന്റ്സ് തയ്യാറായിക്കോളൂ. ഓക്കേ. അവളെന്തേ? അവളെ വിട്ടുതരില്ലെന്ന് പറഞ്ഞില്ലേ? വിട്ടുതരണ്ട. ഡോക്യുമെന്റ് സൈൻ ചെയ്യാൻ അവള് വേണ്ടേ? അത് ന്യായം. ഡോക്യുമെന്റ്സ് തന്നാ മതി, ഒപ്പിടിച്ച് ഞങ്ങൾ തിരികെ എത്തിക്കാം. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. നിങ്ങളെവിടെ പോന്നു? പള്ളി പറയാൻ ഞാൻ കൂടെ പോയി സൈൻ ചെയ്യിച്ചാ പോരെ? എന്റെ അഡ്വക്കേറ്റ് നിങ്ങളുടെ കൂടെ വരും. ഡോക്യുമെന്റ് സൈൻ ചെയ്യുന്നത് വക്കീലിന്റെ മുന്നിൽ വെച്ച് മതി. സമ്മതം. വക്കീലിന് വരാം. മൂവ്. പിന്നെ അവിടെ ചെന്ന് അതിസാമർത്ഥ്യമൊന്നും കാണിക്കാൻ നോക്കണ്ട. ദമയന്തി എന്റെ കസ്റ്റഡിയിലാണെന്ന് മറക്കരുത്. ഒരു കാര്യം 9 പ്രാവശ്യം പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. 1 second. Come on. Get it. ഡോക്യുമെന്റ്സ് വക്കീലിന്റെ കയ്യിലാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം എങ്ങനെ നടത്തും? അത് പ്രശ്നമാണ്. ഉണ്ണികൃഷ്ണൻ എന്തെങ്കിലും വഴി കാണും. ഇനി ഇതെന്റെ കയ്യിൽ. നമ്മൾ ഒന്നിച്ചു പോകുന്നു. ദമയന്തി വിട്ടുതരുമ്പോ ഡോക്യുമെന്റ്സ് കൈമാറുന്നു. ഓക്കെ? പറഞ്ഞ സാധനം കരുതിയിട്ടില്ലേ? നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ ജീപ്പിന്റെ മുൻ സീറ്റ് തന്നെ കയറണം. വക്കീലിന് സംശയം തോന്നാത്ത രീതിയിൽ അത് പുരട്ടണം. ഓക്കെ? ഓക്കെ. ദമയന്തി ഇവിടെ. ആ പെണ്ണിനെ കൊണ്ടുപോവാ. വേഗം വേണം, പോകാൻ ഞങ്ങൾക്ക് ധൃതിയുണ്ട്. ഒന്ന് തഞ്ചപ്പെടും മച്ചാ. ഒന്നുമില്ലേലും 1 മാസം ശമ്പളം ഞാൻ തനിക്ക് തന്നിട്ടുള്ളതല്ലേ? ചുമ്മാതല്ലോ, മൂടുമാന്തി വെള്ളം ഒഴിച്ചിട്ടല്ലേ കിമ്പളം. വരട്ടെ. ഒന്ന് ചേരാൻ സമയമായിട്ടില്ല. ഡോക്യുമെന്റ്സ് ഇവിടെ. വയ്ക്കോ. മോളെ, എല്ലാം കറക്റ്റാണ്. ഓടിക്കോ. പിടിക്കണം വരെ.
രേവതി, I mean, അരുന്ധതി, വാ. എന്നോട് കാണിച്ചത് ക്രൂരതയാണെങ്കിലും 8 വയസ്സ് മുതൽ ഞാൻ ഡാഡിന്ന് വിളിച്ചതാ. ഇനി ഉപദ്രവിക്കരുത്. വെൽ ഡൺ മൈ ഡിയർ ബോയ്സ്. Thank you, sir. ബൈ ദ ബൈ, ക്ലൈമാക്സിൽ നിങ്ങൾ എങ്ങനെയാണ് ഡോക്യുമെന്റ്സ് കത്തിച്ചത്? ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങളെ ഡോക്യുമെന്റ്സ് പെട്രോളൊന്ന് മുക്കി. മിസ്റ്റർ ഉണ്ണികൃഷ്ണന്റെ ഉന്നം കൂടി ആയപ്പോ സംഗതി ശൂന്നങ്ങ് കത്തി. ഓഹോ, വെരി ഗുഡ്. നിങ്ങൾക്ക് 3 പേർക്കും ഇന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കാം. അന്വേഷണം വഴിമാറിയെങ്കിലും നിങ്ങൾ കണ്ടെത്തിയത് വലിയൊരു രഹസ്യമാണ്. അതിസങ്കീർണമായ മറ്റൊരു കേസിന്റെ അന്വേഷണം നാളെ തന്നെ ആരംഭിക്കണം. 1993 ഡിസംബറിലെ തണുപ്പുള്ള ഒരു രാത്രിയിൽ. സോറി സർ, ഉടൻ തന്നെ ഒരു കേസ് അന്വേഷണം ഏറ്റെടുക്കാൻ പറ്റിയ മൂഡിലല്ല ഞാൻ. എന്റെ വിവാഹം ഓഹോ, അങ്ങനെയാണോ? എന്നാൽ പ്രേംശങ്കറും ഉമ്മൻ കോശിയും അന്വേഷിക്കട്ടെ. സാർ, എനിക്കുണ്ടൊരു ചെറിയ പ്രോബ്ലം. അപ്പൊ നിങ്ങൾ സിനിമയിലെ CID തന്നെ അനുകരിച്ചു അല്ലേ? ക്ഷമിക്കണം, പ്രേംനസർ എന്റെ ഒരു വീക്ക്നെസ് ആണ്. ഉമ്മൻ കോശിക്ക് അസൗകര്യമൊന്നുമില്ലല്ലോ? എനിക്ക് ഒരാളെ ഇഷ്ടമായിരുന്നു, പക്ഷേ ഇല്ല സർ, എന്നെ കെട്ടാൻ ആരും കാത്തിരിക്കുന്നില്ല. ഏത് കാശ്മീരിലേക്ക് വേണേലും എന്നെ പോസ്റ്റ് ചെയ്തോളൂ, പോകാൻ ഞാൻ തയ്യാറാണ്. ഉമ്മച്ചാ, സാറും കൊച്ചമ്മയും കൂടും കുടുക്കെ എടുത്തോണ്ട് രാവിലെ തന്നെ സ്ഥലം കാലിയാക്കി. പിന്നെ സ്പോൺസർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ CID ഞാൻ വരാം. ഞാൻ സ്പോൺസർ ചെയ്യാം. സർ, കാശ്മീരിലേക്കുള്ള എന്റെ പോസ്റ്റിംഗ് സ്റ്റേ ചെയ്യണം. ഇവിടെ കിടന്ന് അനുഭവിക്കാനാണ് എന്റെ വിധി. വരൂ. അപ്പൊ കേസ് അന്വേഷണം After 2 months. Hands up. പട്ടാഭിഷേകം ആയപ്പോ ഹനുമാനെ മറന്നുമില്ലേ? ഇല്ലടാ. ഈ ഹനുമാനെ നമ്മൾ 3 പേരുടെ അസിസ്റ്റന്റ് ആക്കാമല്ലേ? Okay.